നമ്മളിപ്പോൾ 9th സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുക അല്ലേ. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഒരു 1 വീക്ക് ബിഫോറുള്ള ഒരു ഡേയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി നമുക്കാകെ 6-7 ദിവസം മാത്രമേ നീറ്റ് എക്സാമിന് ബാക്കിയുള്ളൂ. നമ്മളിപ്പം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാലം നമ്മൾ കൺസിസ്റ്റൻ്റായി ഹാർഡ് വർക്ക് ചെയ്ത് സബ്ജക്ട്സിൻ്റെ ബേസിക്സും അത് അഡ്വാൻസ്ഡ് ലെവലൊക്കെ മാസ്റ്റർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റും OMR ഷീറ്റും അനാലിസിസും കാര്യങ്ങളൊക്കെ ക്യാരി ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കാര്യമാണ് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. ദ വൺ ലാസ്റ്റ് റിവിഷൻ കമ്പൽസറിയാണ്. നിങ്ങൾ ഇത്രയും ദിവസം എന്തൊക്കെ പഠിച്ചില്ല എന്ത് പറഞ്ഞാലും ഈ ഒരു 6-7 ദിവസം നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും 1 ലാസ്റ്റ് റിവിഷൻ കമ്പൽസറി ചെയ്തിരിക്കണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറും ഒരു 200 മിനിറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നിങ്ങളൊരു ആ ഒരു എൻവിറോൺമെൻറ്റ് തന്നെ, ആ ഒരു സ്റ്റിമുലേറ്റഡ് എൻവിറോൺമെൻറ്റ് തന്നെ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ലാസ്റ്റത്തെ 1 വീക്ക് നിങ്ങൾ എന്തായാലും ഒരു 10 hours എന്തായാലും മിനിമം ഒരു 10 hours എങ്കിലും പോക്കേണ്ടി വരും നീറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ എൻഡ് ഗെയിമിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു റിവിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കാനോ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ഒന്നും കൂടിയോ എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാനോ ഒന്നുമല്ല. മറിച്ച് ഈ ഒരു റിവിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമിൻ്റെ സമയത്ത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സോ സ്ട്രെങ്തനിങ് യുവർ സ്ട്രെങ്ത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വീക്ക് ഏരിയാസിനെ നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാണ്. ഇനി നമുക്ക് അധികം അതിൽ പ്രാക്ടീസ് ചെയ്യാനോ അതിൽ ഇമ്പ്രൂവ് ചെയ്യാനോ ഒന്നും ടൈമില്ല. അറ്റ് ദ സെയിം ടൈം അതിനെ നെഗ്ലെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരും. സോ അത് നമ്മൾ ഒന്ന് എന്താ പറയുക ബ്രഷപ്പ് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് സ്ട്രോങ് ആക്കാൻ നോക്കുക എന്നുള്ളത് ആണ് നമ്മൾ ഈ ഒരു 7 ദിവസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി സ്കെഡ്യൂൾ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിൻ്റെ ടൈം, ആ ഒരു സ്റ്റിമുലേറ്റഡ് ടൈമിൽ നമ്മൾ എന്തായാലും 3 hours 20 minutes എക്സാമിനായി മാറ്റി വെക്കാം. ഓക്കെ, നമ്മൾ നമ്മളെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യാണ്. അതായത് ഓരോ ദിവസം ഇനിയുള്ള 6 ദിവസങ്ങളും നീറ്റ് ശരിക്കും ഓരോ ദിവസവും നിങ്ങളൊരു നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാണ്, ഒരു ആക്ച്വൽ നീറ്റ് എഴുതുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വരാം. സോ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് മാത്രം മാറ്റി വെക്കാം. ബാക്കിയുള്ള അവേഴ്സിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഏറ്റവും മെമ്മറി വേണ്ട സബ്ജക്റ്റ് ബയോളജിയാണ് അല്ലേ. സോ അതുകൊണ്ട് ബയോളജി ലാസ്റ്റ് പഠിക്കുക. ഏറ്റവും മെമ്മറി കുറവും ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് ആവശ്യമുള്ള ഫിസിക്സാണ്. സോ ഫസ്റ്റ് 2 days നിങ്ങൾ ഫിസിക്സിനായി വെക്കുക. ഫസ്റ്റ് ഡേ റിവൈസ് യുവർ എൻറ്റയർ 11th ഫിസിക്സ്. സെക്കൻഡ് ഡേ റിവൈസ് യുവർ എൻറ്റയർ 12th ഫിസിക്സ്. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. പിന്നെ തേർഡ് ഡേ എത്തുമ്പോൾ റിവൈസ് യുവർ എൻറ്റയർ കെമിസ്ട്രി പാർട്ട് 1. ഗ്രേഡ് 11 +1 കെമിസ്ട്രി ഫുള്ള് റിവൈസ് ചെയ്യുക. ഫോർത്ത് ഡേയിൽ +2 കെമിസ്ട്രി മൊത്തം റിവൈസ് ചെയ്യുക. ദ സെയിം തിങ് ഗോസ് വിത്ത് ബയോളജി. ഫിഫ്ത്ത് ഡേ എത്തുമ്പോൾ ബയോളജി 11th ഫുള്ള് റിവൈസ് ചെയ്യുക. 6th ഡേയിൽ ബയോളജി 12th ഫുള്ള് റിവൈസ് ചെയ്യുക. സോ വിത്തിൻ 6 days അല്ലെ 7 days, 7 വേണ്ട, വിത്തിൻ 6 days നിങ്ങൾ മൊത്തം റിവൈസ് ചെയ്യുകയാണ്. ഓൾ ദി 100 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ആ കറക്റ്റ് ടൈമിൽ നിങ്ങളൊരു 200 മിനിറ്റിൻ്റെ എക്സാം എഴുതുകയും കൂടി ചെയ്യുകയാണ്. ഇനി എങ്ങനെ ഇത് റിവൈസ് ചെയ്യുന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയ നോട്ട്സും മാർക്കിങ്ങും നിങ്ങൾ ഉപയോഗിച്ച ബുക്കും NCERT ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ എന്തൊക്കെയാണ് ഫ്ലാഷ് കാർഡ്സും പല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇതിൻ്റെയൊക്കെ ലാസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഓട്ടിച്ച് പോകുക എന്നുള്ളത് മാത്രമാണ്. ഓട്ടിച്ച് പോകുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. കാരണം ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചാപ്റ്റർ സ്ട്രോങ് ആക്കാനുള്ളതല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ഫൈനൽ ലാപ്പിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓട്ടിച്ച് പോവുകയാണ്. അതായത് ഒരു റിമൈൻഡർ കൂടി നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത്. അതാണ് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത്. സോ ഡിവൈഡ് അക്കോർഡിംഗ്ലി. ഫിസിക്സിൽ ഒരു 7 hours 15 ചാപ്റ്റേഴ്സ് തീർക്കണമെങ്കിൽ 11th ഫിസിക്സ് ഇപ്പോൾ ഫസ്റ്റ് ഡേ എടുക്കുകയാണെങ്കിൽ 15 ചാപ്റ്റേഴ്സാണ്. 7 hours 10 hours ആണ് ഞാൻ പറഞ്ഞത്. 3.5 hours നമ്മളെ എക്സാമിന് പോയിരിക്കുകയാണ്. ബാക്കി 6 to 7 hours നമുക്ക് ബാക്കിയുള്ളൂ അല്ലേ. ആ ഒരു 6 to 7 hours 15 ചാപ്റ്റേഴ്സ് തീർക്കണമെങ്കിൽ മിനിമം 1 hour 2 ചാപ്റ്റേഴ്സ് എങ്കിലും തീർക്കണം. വിച്ച് മീൻസ് ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 30 minutes കിട്ടുന്നുള്ളൂ.
സോ അക്കോർഡിംഗ്ലി റിവൈസ് ചെയ്യുക. ഫിസിക്സിന് എല്ലാ ഫോർമുലാസും നിങ്ങൾ എഴുതി വെച്ചതോ നിങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫോർമുലാസിലൂടെയും ഒന്നും കൂടി ഓടിച്ച് പോവുക. കെമിസ്ട്രിയിലെ എല്ലാ റിയാക്ഷൻസിലൂടെയും പോവുക. NCERT ബയോളജിയിലെ എല്ലാ ഫിഗേഴ്സിലൂടെയും പോവുക. സോ വിത്തിൻ 30 minutes റഫ്ലി നിങ്ങൾ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന ഒരു രീതിയിൽ 1 ഫൈനൽ ലാബ് റിവിഷൻ നിങ്ങളെല്ലാവരും ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് our 9th step.